നമസ്കാരം. പൊതുവെ ഭാരതത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തെരുവിൽ നിസ്കരിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ പറയുമ്പോൾ സുന്നികളാണ് പ്രശ്നക്കാർ, ഷിയകൾ അത്ര പ്രശ്നമല്ല എന്ന് പലരും പറയാറുണ്ട്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ പലരും പറയാറുണ്ട്. അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ കുറച്ചു കാലം താമസിച്ചിട്ട് തിരികെ വന്ന മലയാളികൾ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ എപ്പോഴും ഇവരെ അടുത്തറിഞ്ഞവർ പറയുന്നത് ഷിയാകളെ നിങ്ങൾക്കറിയില്ലാഞ്ഞിട്ടാണ്, അവർ കൂടുതൽ ആക്രമണ സ്വഭാവമുള്ളവരാണ്, അവരിങ്ങനെ അടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മുഹറം ആഘോഷങ്ങളുടെ ഭാഗമായി അവർ ഘോഷയാത്രകളെല്ലാം സംഘടിപ്പിക്കാറുണ്ട്. മറ്റ് സുന്നികളുടെ ആചാരങ്ങളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായൊരു ആചാരമാണ്. സുന്നികളെ ഇസ്ലാമായി പോലും അവർ കാണുന്നില്ല ഷിയകൾ. സുന്നികൾ തിരികെ ഷിയകളെയും ഇസ്ലാമായി കാണുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളായി കാണുന്നില്ല. അവർ തമ്മിലുള്ള അടിയും ബഹളവും വഴക്കും തമ്മിൽ ബോംബ് വയ്ക്കലും എല്ലാം അനസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ലോകമൊട്ടാകെയുണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഇപ്പോൾ ഷിയകളിലേക്ക് തിരിച്ചു വരാം. ഈ മുഹറം ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് വലിയ ഘോഷയാത്രകൾ അവർ വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ അത്ര വ്യാപകമായി ഷിയകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ഇത്തരം ആഘോഷങ്ങൾ തെക്കേ ഇന്ത്യക്കാർക്ക് അപരിചിതമായിരിക്കും, പുതുമയുള്ള ഒന്നായിരിക്കും. പലപ്പോഴും കണ്ടാൽ ഭയം തോന്നുന്ന രീതിയിൽ ഈ ചങ്ങലയുടെ അറ്റത്ത് കത്തി കെട്ടിയിട്ട് മുതുകത്തടിച്ച് സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ട്, ചാട്ടയിട്ട് അടിക്കുന്നത് പോലെ മുറിവേൽപ്പിച്ചുകൊണ്ടൊക്കെ നടത്തുന്ന ഘോഷയാത്രകൾ കണ്ടാൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഭയം തോന്നും. ബഹ്റിനിലൊക്കെ അത് വ്യാപകമായി നടക്കാറുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ. ഇറാനാണ് ഷിയകൾ ഏറ്റവും അധികമുള്ള ഒരു രാജ്യം, ഷിയകളുടെ ആവാസ കേന്ദ്രം അല്ലെങ്കിൽ ആസ്ഥാന. ഷിയകളുടെ സൗദിയാണ് ഇറാൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഷിയകളുടെ ഇത്തരം ആഘോഷങ്ങൾ നിരന്തരമായി മുഹറം സമയത്ത് നടക്കാറുണ്ട്. സർക്കാരുകൾ, അത് BJP സർക്കാരായാലും കോൺഗ്രസ് സർക്കാരായാലും മറ്റേത് സർക്കാരായാലും അതിനുള്ള അനുമതി നിയമപൂർവമായി നൽകാറുമുണ്ട്. സാധാരണഗതിയിൽ അവർ ഈ സുന്നികളുടെ രീതിയിൽ അവരുടെ എന്തെങ്കിലും ഒരു യാത്ര, നബിദിനത്തിനൊക്കെ നടത്തുന്ന യാത്രകൾ പലപ്പോഴും ഉത്തരേന്ത്യയിൽ അക്രമാസക്തമായി മാറാറുണ്ട്. അല്ലെങ്കിൽ ഈ സുന്നികൾ രാമനവമി പോലുള്ള ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാറുണ്ട്. യോഗി ആദിത്യനാഥിനെ പോലെയും ശിവരാജ് സിംഗ് ചൗഹാനെ പോലെയും ഹിമന്ത് ബിസ്വയെ പോലെയും അല്ലെങ്കിൽ സുവേന്ദു അധികാരിയെ പോലെയുമുള്ള മുഖ്യമന്ത്രിമാർ പല പ്രദേശങ്ങളിലും അധികാരമേറ്റതിന് ശേഷമാണ് അതിനൊക്കെ ഒരു ശമനം വന്നത്. ഇപ്പോഴും പൂർണ്ണമായി നിലച്ചിട്ടില്ല. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ വർഷം വരെ അത് തുടർന്നിരുന്നു. മമതാ ബാനർജിയുടെ ഭരണത്തിൻ്റെ കീഴിൽ സുന്നികളെയാണ് അത്തരത്തിൽ അക്രമകാരികളായി കരുതപ്പെട്ടിരുന്നത്. ഷിയകൾ ഇത്തരത്തിലുള്ള അവരുടെ കണ്ടാൽ ഭയം തോന്നുന്ന ഘോഷയാത്രകളിൽ പോലും വളരെ മറ്റുള്ളവരെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ ആക്രമിക്കാതെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിലൊരു വ്യത്യസ്തത വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുഹറം ആഘോഷങ്ങളുടെ ഭാഗമായി അവരുടെ ഘോഷയാത്രകളെല്ലാം വാളും മാരകായുധങ്ങളും എല്ലാം പരസ്യമായി പ്രദർശിപ്പിച്ച് റെയിൽവേ സ്റ്റേഷനുകളിലൂടെയൊക്കെ ആളുകളെ ഭയപ്പെടുത്തി, ഞങ്ങളിതാ തിരിച്ചു വന്നിരിക്കുന്നു, ലേ ഫിർ ആഗയാ എന്നുള്ള മുദ്രാവാക്യവും വിളിച്ച് ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാൻ ഒരു മേൽക്കൈയുണ്ടെന്നുള്ള ഒരു പ്രചാരണം മാധ്യമങ്ങളെല്ലാം നടത്തിയതിനെ തുടർന്ന് ഞങ്ങളുടെ സൗദി, അതായത് ഷിയകളുടെ സൗദി വിജയിച്ച് നിൽക്കുകയാണ്, അമേരിക്കയെ പരാജയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനാണ് ഈ ലേ ഫിർ ആഗയാ, ഞങ്ങളിതാ തിരിച്ചു വന്നിരിക്കുന്നു, ദാ നോക്കടാ ഞങ്ങളിതാ തിരിച്ചു വന്നിരിക്കുന്നു എന്ന പ്രഖ്യാപനവുമായി ഈ ജിഹാദികൾ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് തത്വമൈ ന്യൂസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇറാൻ എന്ന രാഷ്ട്രം ഭാരതവുമായി വ്യാപാര വാണിജ്യ ബന്ധവും ഒരു തരത്തിൽ സൗഹൃദവും പുലർത്തുന്ന രാജ്യമാണെന്നതിനപ്പുറം ഭാരതത്തിൻ്റെ സുഹൃത്തല്ല. ഷിയകളും അവരിൽ നിന്ന് ഉദ്ഭവിച്ച് ഇവിടെ വന്ന ഷിയകളും ജിഹാദി സ്വഭാവം മനസ്സിൽ ഉൾക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിലുറപ്പിച്ച് പക്ഷേ സുന്നികളെക്കാൾ നിശബ്ദരായി അവസരം കാത്തിരിക്കുന്നവരാണ്. തത്വമൈ ന്യൂസ് പല അവസരങ്ങളിലും ഈ ഒരു അഭിപ്രായം പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ സുന്നികളാണ് പ്രശ്നക്കാരെന്നുള്ള നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ചിലർ പോലും പ്രതികരിച്ചിട്ടുമുണ്ട്, ഓർമ്മിക്കുമെന്ന് കരുതുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസരം ഈ ഇറാൻ ഒരു മേൽക്കൈ നേടിയെന്നുള്ളൊരു സംശയം ഉണ്ടായപ്പോൾ ഈ ഒരു സംഘർഷത്തിൽ, അല്ലെങ്കിൽ ഇറാൻ ഒരു മേൽക്കൈ ഇറാനുണ്ട് കേട്ടോ ഒരു തരത്തിൽ, കാരണം ഇത്രയും പ്രതിരോധിച്ച് നിന്നു എന്നുള്ളത് സർവവും തകർന്ന തരിപ്പണമായെങ്കിലും ഇപ്പോഴും ചെറിയൊരു ആക്രമണ ശേഷിയെങ്കിലും അവരുടെ കയ്യിൽ ബാക്കിയുണ്ട് എന്നുള്ളത് അവരുടെ ഒരു ചെറിയ മേൽക്കൈയുടെ തെളിവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേ ഫിർ ആഗയാ എന്നുള്ളൊരു സന്ദേശം മുദ്രാവാക്യങ്ങളായി അട്ടഹസിച്ചുകൊണ്ട് മാരകായുധങ്ങളുമായി തെരുവുകളിൽ ചുറ്റി നടക്കുകയാണവർ. പക്ഷേ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമൊക്കെ കർശനമായ നിയമ നടപടികൾ അവർക്കെതിരെ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ ബദ്നഗർ
ഉജ്ജയിൻ ജില്ലയിലുള്ള ബദ്നഗർ എന്നുള്ള പ്രദേശത്ത് ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു വാഹനം 40 അടിയോളം ഉയരത്തിൽ ക്രെയിനിൽ കെട്ടി ഉയർത്തി സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിച്ചു തെറിപ്പിച്ചു ഇവർ. ആ വാഹനത്തിലും ഈ ലേ ഫിറാഗയ എന്നുള്ള മുദ്രാവാക്യം എഴുതി വച്ചിരുന്നു. ഈ ഷിയകളുടെ ചിഹ്നങ്ങളുമൊക്കെ ചന്ദ്രക്കലയും മറ്റ് പല ചിഹ്നങ്ങളുമുണ്ട് അവരുടെ. അതെല്ലാം ചേർത്ത് വെച്ച് വാഹനം കെട്ടി ഉയർത്തി സ്ഫോടക വസ്തുക്കൾ വെച്ച് തകർത്തു. വല്ലാത്തൊരു ഭയാനക അന്തരീക്ഷം, ഭീതിതമായൊരു അന്തരീക്ഷം സൃഷ്ടിച്ചതിനെ തുടർന്ന് ആദ്യം 4 പേരെയും പിന്നെ നിരവധി ആളുകളെയും മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം അപ്പോൾ തന്നെ അടിച്ചൊതുക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു പരസ്യമായിട്ടുള്ള പ്രകടനത്തിലേക്കുള്ള കടന്നുവരവ് അല്ലെങ്കിൽ പരസ്യപ്രകടനം, ഇത്തരത്തിൽ അക്രമാസക്തമായ തങ്ങളുടെ രീതികൾ വെളിവാക്കിക്കൊണ്ട് ഷിയകൾ പുറത്തു വരുന്നത് അത്ര നല്ല ലക്ഷണമല്ല എന്നാണ് നിരീക്ഷകർ പറയുന്നത്. കാരണം ഇവർ സുന്നികളെപ്പോലെ അല്ല. അടിസ്ഥാനപരമായിട്ട് ഈ മതം എന്നുള്ളത് ഭ്രാന്തായി മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. മറ്റുള്ളവരെ പോലെ സുന്നികളുടെ ഒരു പ്രധാന ലക്ഷണം പലപ്പോഴും പറയാറുള്ളത് സംഘമായി നിൽക്കുമ്പോൾ അവർക്ക് വലിയ ധൈര്യമാണ്, അല്ലാത്തപ്പോൾ മുണ്ട് നനച്ചുകൊണ്ട് ഓടും എന്നുള്ളതാണ്. ഷിയകൾ അങ്ങനല്ല. വ്യക്തിപരമായി തന്നെ അവർക്ക് ധൈര്യമെന്നല്ല, ഒരു ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോകുന്ന തരത്തിലാണ് അവരുടെ എല്ലാ ആഘോഷങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചങ്ങലയുടെയും കയറിൻ്റെയും അറ്റത്ത് കത്തി കെട്ടിയിട്ട് ഈ ചാട്ട കൊണ്ട് സ്വയം അടിക്കുന്നത് പോലെ മുതുകൊക്കെ മുറിവേൽപ്പിച്ചു കൊണ്ട് നീങ്ങുന്ന ഘോഷയാത്ര. അതിലങ്ങനെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോകളിലൊന്ന് കണ്ടു നോക്കുക, അവരുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുക. ഒരു അബോധാവസ്ഥയിലാണ് അവർ നീങ്ങുന്നത്. സ്വയം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാത്ത രീതിയിലാണ്. അത്തരത്തിലായിരിക്കും അവരുടെ ആക്രമണ സ്വഭാവവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബഹ്റൈനിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ പലപ്പോഴും അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ അവരൊരു സംഘർഷത്തിനും പോയില്ല. ഭാരതത്തിന് പുറത്തുള്ള, പ്രത്യേകിച്ച് ഭാരതത്തിന് പുറത്തെന്നാൽ ഇറാനിലല്ലാത്ത രാജ്യങ്ങളിൽ ഷിയകൾ വളരെ ശാന്ത സ്വഭാവികളാണ്. അവരുടെ ഈ ആഘോഷങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടാക്കുകയോ അതിനെ അപമാനിക്കുകയോ ചെയ്യാത്ത ഘട്ടം വരെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അവർ വളരെ വന്യമായി പ്രതികരിച്ചു കളയും. പക്ഷേ ഭാരതത്തിലുള്ളവർ ഇപ്പോൾ തന്നെ വന്യമായി പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ തെരുവിൽ ഈ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അക്രമാസക്തമായ പ്രകടനങ്ങൾക്ക് ഒരു തടയിട്ടേ മതിയാകൂ എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ എന്തായാലും മധ്യപ്രദേശ് സർക്കാരാണെങ്കിലും ഉത്തർപ്രദേശ് സർക്കാരാണെങ്കിലും പശ്ചിമ ബംഗാൾ സർക്കാരാണെങ്കിലും അസം സർക്കാരാണെങ്കിലും എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇനി മുഹറം ആഘോഷങ്ങളെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് നിയമ നടപടികൾ നീണ്ടേക്കാം. അല്ല എങ്കിൽ ഷിയ മതമേധാവികൾ അവരിടപെട്ട് അതിനൊരു തടയിടുവാനുള്ള സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. എന്തായാലും പ്രേക്ഷകരുടെ മുമ്പിൽ ഈ വിവരം അവതരിപ്പിച്ചത് ഷിയകളെ അത്ര പരിചയം കാണില്ല മലയാളികൾക്ക്. എന്നാലും ഇതൊന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് തത്വമൈ ന്യൂസ് ഈ ഒരു പ്രത്യേക വിഷയം പ്രേക്ഷകരുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിച്ചത്. ഈ വിഷയത്തെ സംബന്ധിച്ച് ഉള്ള വീഡിയോകളും ഞങ്ങൾ ഇതിനൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. വാർത്ത കണ്ടതിന് ശേഷം, ഈ ഒരു വിശകലനം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ തത്വമൈ ന്യൂസിൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത് ദേശീയതയോടൊപ്പമുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ കുടുംബാംഗമായി ഞങ്ങളോടൊപ്പം ഉണ്ടാകുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.